Hi, myself Srilakshmi Harikrishnan, Head of the Department, Reliant Institute of Logistics. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമോ ഇന്ത്യയിലെ ഏറ്റവും ഡീപ്പസ്റ്റ് പോർട്ട് ഏതാണെന്നുള്ളത്? നമ്മളുടെ കേരളത്തിൻ്റെ സ്വന്തം വിഴിഞ്ഞം പോർട്ടാണ്. അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകളുള്ള ഒരു പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത്. ഈ വീഡിയോയിലൂടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമെന്നും അത് ലോജിസ്റ്റിക് ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. വിഴിഞ്ഞം ഇന്ത്യയിലെ ഡീപ്പസ്റ്റ് പോർട്ട് എന്നത് തന്നെ വിഴിഞ്ഞത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. 18 to 20 meters ആണ് വിഴിഞ്ഞത്തിന് സ്വാഭാവികമായി ആഴം നിലനിർത്താനാവുന്നത്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ട് അടിത്തട്ടിൽ മണൽ അടിയാത്തതിനാൽ ഡ്രെഡ്ജിംഗ് ഇല്ലാതെ തന്നെ ഏത് കാലാവസ്ഥയിലും 20 meters ആഴം നിലനിർത്താനാവും. ഇങ്ങനെയുള്ള പോർട്ടുകൾ തന്നെ അപൂർവമാണ്. ദുബായ് പോലത്തെ മറ്റു പല രാജ്യങ്ങളും ലക്ഷങ്ങൾ ചെലവഴിച്ച് ഡ്രെഡ്ജിങ്ങിലൂടെയാണ് ഈ 15 meters ആഴം നിലനിർത്തുന്നത്. ഈവൻ നമ്മുടെ വല്ലാർപാടം പോലും കോടികളാണ് ഡ്രെഡ്ജിങ്ങിന് വേണ്ടി ചെലവഴിക്കുന്നത്. സ്വാഭാവികമായ ആഴം 20 meters ആയതിനാൽ ചെറിയ കപ്പലുകൾ വന്നടുക്കുന്നത് പോലെ തന്നെ മദർ വെസൽസിനും അനായാസം കടന്നു വന്ന് ബർത്ത് ചെയ്യാനും മടങ്ങിപ്പോകാനാകും, അതും ഏത് കാലാവസ്ഥയിലും. ഓട്ടോമേറ്റഡ് ക്രെയിൻ സംവിധാനമായതിനാൽ ഗുഡ്സിന്റെ കയറ്റിറക്കുമതിയിൽ വലിയ രീതിയിലുള്ള സമയലാഭം ഉണ്ടാവും. ഇത് ഷിപ്പിംഗ് കമ്പനീസിന് വളരെ പ്രോഫിറ്റബിൾ ആണ്. അതുപോലെ തന്നെ ആഗോള ട്രാൻസ്ഷിപ്മെന്റിൽ ഏറ്റവും കുറവ് ടേൺ അറൌണ്ട് ടൈം എന്നത് തന്നെ വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യം കൂട്ടുന്നു. വമ്പൻ ചരക്ക് കപ്പലുകളായ അൾട്രാ ലാർജ് കണ്ടെയ്നേഴ്സ്, പനാമാക്സ്, പോസ്റ്റ് പനാമാക്സ് എന്നിവയ്ക്ക് അനായാസം വിഴിഞ്ഞത്ത് കടന്നു വരാനാകും. അതുപോലെ തന്നെ അറ്റ് എ ടൈം 2 മദർ വെസൽസിന് വിഴിഞ്ഞത്ത് ബർത്ത് ചെയ്യാം. ലോകത്തിലെ തിരക്കേറിയ 2 കപ്പൽ ചാലുകൾ വിഴിഞ്ഞത്തിന് സമീപത്താണ്. ആഗോള കാർഗോ മൂവ്മെന്റ്സിന്റെ 40% വിഴിഞ്ഞത്ത് നിന്നും 10 നോട്ടിക്കൽ മൈൽ അകലെ മാത്രം. ആഫ്രിക്ക, യൂറോപ്പ്, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ സിംഗപ്പൂർ, ഹോങ്കോങ്, ചൈന, കൊളംബോ എന്നിവിടങ്ങളിലേക്ക് പോകുന്നതും വിഴിഞ്ഞത്തിന് സമീപത്തൂടെയാണ്. IIT മദ്രാസും മാരിടൈം ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡും ചേർന്ന് വികസിപ്പിച്ച റഡാർ, സെൻസർ എന്നിവ ഉപയോഗിച്ചിട്ടുള്ള വെസൽ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റമാണ് കപ്പലുകളുടെ ചലനങ്ങൾ കൃത്യമായി നിയന്ത്രിക്കുന്നത്. ചരക്ക് നീക്കത്തെ വേഗത്തിലാക്കാൻ ഇത് സഹായിക്കും. നിലവിൽ കൊളംബോ, സിംഗപ്പൂർ, ദുബായ് തുറമുഖങ്ങളെ ആശ്രയിച്ചാണ് ഇന്ത്യയുടെ ട്രാൻസ്ഷിപ്മെന്റ് വ്യാപാരം. ഇത് വിഴിഞ്ഞം വഴിയാകുമ്പോൾ ആയിരക്കണക്കിന് കോടി രൂപ സാമ്പത്തിക ലാഭമുണ്ടാവും. തെക്കേ ഇന്ത്യയിൽ പുതിയ വ്യവസായ വിപ്ലവത്തിന് വിഴിഞ്ഞം വഴിയൊരുക്കും. മദർ വെസൽസിന് നേരിട്ട് വന്ന് നങ്കൂരമിടാൻ കഴിയുന്നതിനാൽ സിംഗപ്പൂർ, കൊളംബോ, ദുബായ് എന്നിവിടങ്ങളിലെ പോർട്ടുകളെ ആശ്രയിക്കാതെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ നേരിട്ടും വളരെ പെട്ടെന്നും വളരെ കുറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ ചെലവിൽ ആഫ്രിക്ക, യൂറോപ്പ്, ഗൾഫ് തുടങ്ങിയ അന്താരാഷ്ട്ര വിപണിയിൽ എത്തിക്കാനാകും. സോ ഡിയർ സ്റ്റുഡൻസ്, this is the right time to choose a career in logistics. കേരളത്തിൽ ഒരുപാട് ലോജിസ്റ്റിക്സ് കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്യുകയും അതിലൂടെ അനേകം ജോലി സാധ്യതകളാണ് ഇനി വരാനിരിക്കുന്നത്.